ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ആമ്പൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഇത് ഞാൻ മുന്നേ വാങ്ങിച്ചു വെച്ച പാത്രമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 3 പ്രാവശ്യം അങ്ങാണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെയിന്റ് അടിക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇതിൽ ഇപ്രാവശ്യം ഒരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ആ റെസിപ്പി ഇട്ടില്ലായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, അടുക്കളയൊക്കെ ഒരുമാതിരിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലോട്ടേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 1 കിലോൻ്റെ പാക്കറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല റൈസ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പ്രീമിയം റോസ് ബ്രാൻഡ്, പിന്നെ കൈമ റൈസ്, ജീരകശാല റൈസ് അങ്ങനെയൊക്കെ പറയും. കണ്ട, കൈമ ജീരകശാല റൈസ് പ്രീമിയം. അപ്പോൾ ഇതിന്ന് ഞാൻ ഒരു 4 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. നാല് ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് സ്കിപ്പായി പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല മണം, നെയ്ച്ചോറിൻ്റെ നല്ല മണം കൂടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. ഇത് ചെറിയ ചെറിയ അരിയാണല്ലോ, അപ്പോൾ വേഗം അത് നല്ല സോക്ക് ചെയ്ത് കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം. അത് ഇച്ചിരി കുതിരട്ടെ അരി. അതിന് ഞാൻ 1.5 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ചിക്കനും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. അതിനാവശ്യമായിട്ട് തക്കാളി, ഉള്ളി, പിന്നെ മല്ലിയില, പുതിനയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, പിന്നെ പച്ചമുളക്, 1 ലെമണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കഴുകി വെച്ച ചിക്കനും, ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി തയ്യാറാക്കാം. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മല്ലിയില, പുതിനയില ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ഇടാം, കുഴപ്പമില്ല. അപ്പോൾ അതിനായിട്ട് ഈ പാത്രം ഞാൻ ഇങ്ങോട്ട് സ്റ്റൗവിലോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് എണ്ണ ഒഴിക്കുക. ഞാൻ റീഫൈൻഡ് ഓയിലാണ്, ഗോൾഡ് വിന്നർ ആണ് യൂസ് ചെയ്യുന്നത്. ബിരിയാണിക്കൊക്കെ ഞാൻ അതാണ് യൂസ് ചെയ്യാറ്, വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. ബാക്കി എല്ലാത്തിനും നമ്മൾ പിന്നെ വെളിച്ചെണ്ണയാണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മോനാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഇളക്കുന്ന വിധമൊന്നും അത്ര ശരിയില്ല. പിന്നെ കുറേ പച്ചമുളക് വാരിയിട്ടു അവൻ. പിന്നെ ഉള്ളി, ഇത് 4 വലിയ ഉള്ളിയാണ്. 4 വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ വേഗം മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമല്ലോ. പിന്നെ എണ്ണ കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് സവാള. ഈ സമയത്ത് തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് 2 നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക, പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. പിന്നെ പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയിലയുടെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. എല്ലാം ഇടുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു പച്ചമണം അന്ന് മാറി വരണം. പിന്നെ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ അരിയാണല്ലോ കൈമ റൈസ്, അപ്പോൾ പിന്നെ വേഗം മസാല പിടിച്ചോളൂ. അതുകൊണ്ട് ഒരുപാട് മസാലേൻ്റെ ആവശ്യമില്ല. ബാസ്മതി റൈസ് പോലെ ഒരുപാട് മസാലേൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. പിന്നെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയൊക്കെ ഞാൻ ചോപ്പ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. അതപ്പോൾ വേഗം ഒന്ന് മൂത്ത് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഈസി പണിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ പൊടിയുടെയും കൂടി ഇനി പച്ചമണം മാറിക്കിട്ടണം, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓയിൽ കുറച്ച് കുറവാന്ന് തോന്നി. ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കട്ടിയുള്ള തൈര്, അധികം പുളിക്കാത്ത കട്ടിയുള്ള തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. കാരണം ഈ പാത്രം നല്ല ചൂട് പിടിക്കുന്നതാണ്, പെട്ടെന്ന് നല്ല ചൂടായി വരുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. പിന്നെ ചിക്കനും കൂടി അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വളരെ സിമ്പിളാണ്, എല്ലാം അരിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചിക്കൻ വേവാൻ വേണ്ടി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക, എന്നിട്ടൊന്ന് വേവട്ടെ. ഇനി ഒന്ന് തുറന്ന് നോക്കാം. എന്താ വെച്ചാൽ വെള്ളം കുറച്ചാണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വീണ്ടും ചേർത്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ രുചിക്കൂട്ട്. ആമ്പൂർ സ്റ്റൈൽ ബിരിയാണിയുടെ ഒരു രുചിക്കൂട്ട് ഇതാണ് കേട്ടോ.
പിന്നെ ലെമണും കൂടി പിഴിഞ്ഞു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, കാരണം കുറച്ച് വെള്ളേ ചേർത്തിട്ടുള്ളൂ, അത്ര മതി നമ്മൾക്ക് ചിക്കൻ വെന്ത് കിട്ടാൻ. പിന്നെ ചിക്കനും കൂടി കുറച്ച് വെള്ളം വന്നുവല്ലോ. ഇനി നമ്മൾ കൈമ റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളത്തിൽ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ് കേട്ടോ. അതിൻ്റെ മണം ഇഷ്ടമല്ലാത്തവർ പിന്നെ ഇടണം എന്നില്ല. ഇപ്പോൾ കൈമ റൈസ് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് എന്താ പറയുക, ഒരു 30% വേവണ്ടു, ബാക്കി നമ്മൾ ദമ്മാക്കിയിട്ട് വേവിക്കേണ്ടതാണ് കേട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു അരിയാണ്, അതുകൊണ്ട് നമ്മൾ അധികം ഇട്ട് ഇളക്കിയിട്ട് അരി അങ്ങ് പൊട്ടിച്ച് കളയരുത്. ഉണ്ട്, ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം വെച്ചാൽ ചോറിനും നമ്മൾ ഉപ്പിടുന്നുണ്ട്, പിന്നെ ഇതിലോട്ടേക്കും നമ്മൾ ഉപ്പിടുന്നതാണ് ചിക്കനിലോട്ടേക്ക്. അതുകൊണ്ട് സൂക്ഷിച്ചിടണം. ഞാൻ ഇട്ടപ്പോൾ കുറച്ച് എനിക്കെന്തോ ഉപ്പ് കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കഴിക്കുമ്പോൾ തോന്നി. അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ച് ഇടുക, കാരണം ചിക്കനിലും നമ്മൾ നേരത്തെ ഉപ്പിട്ടുണ്ടായിരുന്നു, ചോറിൽ നമ്മൾ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. അതുകൊണ്ട് ഇനി എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കുക, പതുക്കെ വേണം ഇളക്കാൻ. ഇനി ഈ പകുതി വെന്ത റൈസ് ബാക്കിയുള്ള വേവ് ഈ മസാലയിൽ വേവണം. ഇനി ഈ മസാലയിൽ നമ്മൾ ദമ്മാക്കുന്ന പോലെ വേവിച്ചാൽ മതി. നല്ല അടിപൊളി ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി റെഡിയായി കിട്ടും. നല്ല മസാലയാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ലെമൺ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ അമർത്തി വെക്കുന്നതിന് മുന്നേ ലെമൺ ഒഴിച്ചു കൊടുക്കണമായിരുന്നു. ഞാൻ ലേറ്റായിപ്പോയി ഒഴിക്കുന്നത്. അതിലോട്ടേക്ക് വീണും തോന്നും. അപ്പോൾ ഒന്ന് പിഴിഞ്ഞിട്ട് ലെമൺ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമേ തന്നെ ഒഴിച്ചോട്ടോ, ഞാൻ ലേറ്റായിപ്പോയി, ഞാൻ മറന്നുപോയി അത് ഇടാൻ, അതാണ്. അപ്പോൾ എല്ലാം ഒന്ന് തട്ടിക്കൂട്ടി വയ്ക്കാം. തട്ടിക്കൂട്ടി വയ്ക്കുമ്പോൾ ആ ചൂടിൽ തന്നെ, ഈ പാത്രം നല്ല ചൂടും കൂടിയാണല്ലോ, അപ്പോൾ അതിൽ നല്ല പോലെ വെന്ത് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ബാസ്മതി റൈസ് ദമ്മിടാൻ ഈ പാത്രം നല്ലതാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ഒരു വെയിറ്റ് മേലെ വെച്ചു, ഇത്രയും ഞാൻ വെയിറ്റ് വെച്ചുള്ളൂ കേട്ടോ. ബാസ്മതി റൈസ് ആണെങ്കിൽ നല്ല പോലെ നമ്മൾ വെയിറ്റ് വെക്കണം. ഇതിന് പിന്നെ അത്ര മതി, വേഗം വേവുന്ന അരിയാണല്ലോ. ഈ സമയത്ത് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തില്ലേ, ആ സമയത്ത് തന്നെ നെയ്യും കൂടി ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വൈകിപ്പോയി, ലെമൺ ഇടാനും പിന്നെ നെയ്യ് ഒഴിക്കാനും വൈകിപ്പോയി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, എല്ലാം കൂടി ഇളക്കിയിട്ട് തട്ടിക്കൂട്ടി വെച്ചാൽ മതി, അതിലങ്ങ് പിടിച്ചോളും. ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി എന്ന് പറയുന്നത് ഈ പാത്രത്തിലാണ് അധികം ആളും ഉണ്ടാക്കുന്നത്. അപ്പം അത് ഞാൻ കണ്ടതിന് ശേഷമാണ് ഈ പാത്രം വാങ്ങിയതും ഇതിൽ ഉണ്ടാക്കുന്നതും എല്ലാം. ഇതിനു മുന്നേ ഞാൻ ബാസ്മതി റൈസ് ബിരിയാണി ഈ പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ മുന്നേ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ മാസങ്ങൾ മുന്നേ ആണ്. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി. ഇനി ബാക്കിയുള്ളതല്ലേ മെയിൻ ടാസ്ക്, പാത്രം കഴുകൽ, പിന്നെ എല്ലാം ക്ലീനിങ്. അപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സമാധാനവും ഒരു സംതൃപ്തിയും കിട്ടുമല്ലോ നമ്മൾക്ക്. അപ്പോൾ അതിന് എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ എടുത്ത് വെച്ചു. എല്ലാം തെറിച്ചുണ്ടാവുമല്ലോ എണ്ണയൊക്കെ, അപ്പം അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ എൻ്റെ ബിരിയാണി ഇവിടെ റെഡിയായി. ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു മുട്ടയും കൂടി വേണം, എന്നാലേ അത് കംപ്ലീറ്റ് ആകുള്ളൂ. അപ്പോൾ ചോറ് വിളമ്പാം. ബിരിയാണി വിളമ്പുമ്പം തന്നെ എല്ലാവർക്കും വിശപ്പും തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സൺഡേ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ. അപ്പോൾ സലാഡ് മോൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി സലാഡുമായിരുന്നു. അപ്പോൾ സൺഡേ സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ ബൈ.